Hello guys, what is up? Welcome back. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. സോ ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഗെയിമിനെ പറ്റിയല്ല. ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഞാൻ എൻ്റെ ലൈവ് സ്ട്രീംസ് ഒക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്. ഓൾറെഡി ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, ബട്ട് ഇത് കുറച്ച് അപ്ഡേറ്റ് ആണ് കാര്യങ്ങൾ അതിനെപ്പറ്റി. ആൻഡ് ഞാൻ എൻ്റെ ലൈവ് സ്ട്രീം എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ആൻഡ് റെക്കോർഡിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതെങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ആൻഡ് ഓബിയസിൻ്റെ കുറച്ച് പുതിയ സെറ്റപ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ബട്ട് ഈ വീഡിയോ കുറച്ച് ലോങ് ആകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഞാൻ മിക്കവാറും പാർട്സ് ആയിട്ടായിരിക്കും ഡിവൈഡ് ചെയ്യുന്നത്. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എങ്ങനെ ലൈവ് ചെയ്യുന്നത് എന്ന് മാത്രം മെൻഷൻ ചെയ്യുന്നുള്ളൂ. പിന്നെ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ മൈക്ക് സെറ്റ് ചെയ്യുന്നതും ക്യാമറ സെറ്റ് ചെയ്യുന്നത്, ക്യാമറ യൂസ് ചെയ്യുന്നതാണെങ്കിൽ ക്യാമറ സെറ്റ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഈവൻ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനാണെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. PC കളിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഗെയിം ക്യാപ്ചർ ചെയ്യുന്ന ഓപ്ഷനും, കോൺസോൾ കളിക്കുന്നവരാണെങ്കിൽ അതിന് എങ്ങനെയാണ് ക്യാപ്ചർ ചെയ്യുന്ന ആ ഓപ്ഷനും, ലൈവ് സ്ട്രീം ചെയ്യുന്ന ഓപ്ഷനും, പിന്നെ റെക്കോർഡിംഗ് ചെയ്യുന്ന ഓപ്ഷൻസ് എല്ലാം കൂടി തരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് സജഷൻസ് ഒക്കെ തരുന്നതായിരിക്കും. നിങ്ങൾക്ക് അതുപോലെ തന്നെ നിങ്ങൾക്ക് സജഷൻസ് ഒക്കെ തരാം. ഞാൻ എന്താണ് നെക്സ്റ്റ് OBSനെ പറ്റി എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ ബാക്കിൽ കാണുന്ന എൻ്റെ സെറ്റപ്പ് ഞാൻ ഇപ്പോൾ റീഅറേഞ്ച് ഒന്ന് ചെയ്താണ് ചെറുതായിട്ട്. ആൻഡ് നമുക്ക് പോയി ചെക്ക് ചെയ്യാം. സോ ഗൈസ്, സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് ഞാൻ എൻ്റെ സെറ്റപ്പ് ഒന്ന് ചെറുതായിട്ടൊന്ന് കാണിക്കാം. ആൻഡ് ഞാൻ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ഞാൻ നേരത്തെ നിങ്ങളെ ഇത് കാണിച്ചതാണ്. ബട്ട് ഞാൻ ഇപ്പം യൂസ് ചെയ്തേക്കുന്നില്ല. ഇവിടെ കുറച്ച് പുതിയ അക്വസ്റ്റിക് ഫോംസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്, ഹാൻഡ് ലൈറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ബട്ട് അത് ഓൺ ആക്കിയിട്ടില്ല. ബട്ട് ആൻഡ് വെയിറ്റ്, അതും കൂടി ഒന്ന് സെറ്റപ്പ് ചെയ്യായിരുന്നു. ആൻഡ് ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ കാണിക്കുന്നതായിരിക്കും. ആൻഡ് ഇതിൽ മിക്ക പ്രൊഡക്ട്സും ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്തിട്ടുള്ളതാണ്. താഴെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കിട്ടും, ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് അവർ ലോജിടെക്കിൻ്റെ സ്റ്റിയറിംഗ് വീല്. സോ ഇത് ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്ത മിക്ക പ്രൊഡക്ട്സും ഞാൻ ചെയ്തത്. ഐ തിങ്ക് PS4 മാത്രമേ ഉള്ളൂ ചെയ്യാത്തത്, ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് ചെയ്തതാണ്. ലോജിടെക്കിൻ്റെ സെയിം പൊസിഷനാണ്, ഞാൻ ചേഞ്ച് ഒന്നും ചെയ്തിട്ടില്ല. ആൻഡ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മാനുവൽ ഗിയർ, ഹെഡ്ഫോൺ, ഇത് ഞാൻ PS4ന് വേണ്ടി മേടിച്ചാണ്. ബട്ട് ഞാൻ ഇപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. വല്ലപ്പോഴും ലൈക്ക് മോസ്റ്റ്ലി ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ, ഫ്രീഡം ഒക്കെ ചെയ്യുമ്പോൾ മാത്രമേ യൂസ് ചെയ്യില്ല. സ്ട്രീമിംഗ് ടൈമിലൊന്നും യൂസ് ചെയ്യാറില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ PS4ൻ്റെ കുറേ കളക്ഷൻസ് ഗെയിംസൊക്കെ ഇവിടെ കിടപ്പുണ്ട്. ഇത് ഒന്നും എൻ്റെ ഗെയിംസ് അല്ല, ഇതിൽ പലതും ലൈക്ക് ഫാർ ക്രൈ 5 എൻ്റെ ആണ്. ഓൾസോ എൻ്റെ കയ്യിലുള്ളത് PUBG എൻ്റെ ആണ്, ലാസ്റ്റ് ഓഫ് അസ് എൻ്റെ ആണ്, GTA എൻ്റെ ആണ്, ഹൊറൈസൺ സീറോ ഡോൺ എൻ്റെ ആണ്, FIFA 19 എൻ്റെ ആണ്. ബാക്കി ഞാൻ പുറത്തുനിന്നൊക്കെ മേടിച്ചുകൊണ്ട് വന്നതാണ്. പിന്നെ അവർക്ക് തിരിച്ച് കൊടുക്കാറുണ്ട്. പലരും കുറച്ച് ദൂരെയാണ് താമസിക്കുന്നത്, അതുകൊണ്ടാണ് കൊടുക്കാതെ ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ Xboxലുള്ള ഗെയിംസ് ഓൾമോസ്റ്റ് എല്ലാം എൻ്റെ ഗെയിംസാണ്. കുറച്ച് Xbox കളക്ഷൻ ഉണ്ട് എൻ്റെ കയ്യിൽ. ആൻഡ് FIFA 19, റെസിഡന്റ് ഈവിൽ 7, ബാറ്റിൽഫീൽഡ് ഇത്ര ഗെയിംസ് ഉണ്ട് എൻ്റെ കയ്യിൽ. പിന്നെ PS4 കുറച്ച്, Xboxൽ വളരെ കുറവാണ് ഗെയിം, പക്ഷേ ഡിജിറ്റൽ കോപ്പീസാണ് എനിക്ക് കൂടുതലുള്ളത്. പിന്നെ ഉള്ളത് എൻ്റെ കയ്യിൽ ലൈക്ക് PS4 ഞാൻ അവിടെ മാറ്റി വെച്ചേക്കാണ്. എൻ്റെ PS4 ലൈക്ക് സൗണ്ട് ഉണ്ടാക്കുന്ന ഒരു ഇഷ്യൂ ഉണ്ട്. വയറൊന്നും നോക്കണ്ട, ലൈക്ക് ഞാൻ വയർ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും ചെയ്തിട്ടില്ല ഇതിൽ. സോ ആൻഡ് ലെറ്റ്സ് മൂവ് ഓൺ ടു അവർ മോണിറ്റർ. ഞാൻ 27 ഇഞ്ച് മോണിറ്ററാണ് യൂസ് ചെയ്യുന്നത്, ബാങ്കുവിൻ്റെ. ഇതിൻ്റെ അൺബോക്സ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. ഇത് നല്ലൊരു മോണിറ്ററാണെന്ന് പറയാം. പിന്നെ 2 HDMI പോർട്ടുണ്ട്. ഞാൻ Xboxും PS4 ഇതിലാണ് കണക്ട് ചെയ്യുന്നത്. ആൻഡ് അതുകൂടാതെ കുറേ കൺട്രോളേഴ്സ് ഉണ്ട്. ലൈക്ക് കുറേ ഒന്നും മീൻസ് 5 ഉണ്ട് ടോട്ടൽ. 3 Xboxും 2 PS4 ഉണ്ട്. ഈ റെഡ് വൺ എനിക്ക് എൻ്റെ Xboxിൻ്റെ കൂടെ കിട്ടിയതാണ്, ഒഫീഷ്യലാണ്. ആൻഡ് ബട്ട് ഇതിപ്പോൾ ഞാൻ PC-ക്ക് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് 2 കൊള്ളാം. ഇതിലൊന്നും കേടാണ്, ലൈക്ക് ചാർജ് ആവത്തില്ല. സോ ഞാൻ എന്തായാലും വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ PS4ൻ്റെ ഒരെണ്ണം കേടാണ്, വർക്ക് ചെയ്തില്ല ചില സമയത്ത്. സോ അത് മാറ്റി വെച്ചിട്ട് എനിക്കറിയില്ല ലൈക്ക് ഇതിൽ ഏതാണ് വർക്ക് ചെയ്യുന്നത്. ആൻഡ് ലെറ്റ്സ് മൂവ് ഓൺ. സോ താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, മെറൂൺ കളറാണ് നമ്മുടെ Xbox. ഇവിടെ നോക്കാം Xbox. ആൻഡ് Xboxിൻ്റെ കൂടെ തന്നെ നമുക്കൊരു റിമോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു, മീഡിയ റിമോട്ടാണത്. ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ആൻഡ് അതുകൂടാതെ എനിക്ക് സ്പീക്കേഴ്സ് കിടപ്പുണ്ട്, 2 ക്രിയേഷൻസിൻ്റെയാണ്. പക്ഷേ അതും ഞാൻ അങ്ങനെ യൂസ് ചെയ്യില്ല, ഹെഡ്ഫോൺസൊക്കെയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് എൻ്റെ രണ്ടാമത്തെ മോണിറ്ററാണ്, സാംസങ്ങിൻ്റെ. ഇതിൻ്റെ മോഡൽ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ താഴെ കൊടുത്തിട്ടുണ്ടായിരിക്കും, ചെക്ക് ചെയ്യുക. ആൻഡ് പിന്നുള്ളത് എനിക്ക് ക്യാപ്ചർ കാർഡാണ്. സോ ഇത് ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്ക് കോൺസോളിൽ ഗെയിം പ്ലേസ് ഒക്കെ ചെയ്യാൻ പറ്റുന്നത്. അതർവൈസ് ബുദ്ധിമുട്ടാണ് ക്യാപ്ചർ ചെയ്യുന്നത്. പിന്നെ ഉള്ളത് എൻ്റെ ഹെഡ്ഫോൺ ഗെയിമിങ്ങിൻ്റെ, ഇത് ലോജിടെക്കിൻ്റെ G433 എന്ന് പറഞ്ഞ മോഡലാണ്, കാണാൻ സാധിക്കും. വെയിറ്റ്, ഫോക്കസ്. ഹെവി ഗോ. സോ ഈ സാധനമാണ്, ഇത് കൊള്ളാം. ഇത് ഞാൻ ഐ തിങ്ക് ഇപ്പം 1 ഇയർ ആവുന്നെന്ന് തോന്നുന്നു. ഞാൻ ഇതിൻ്റെ അൺബോക്സിംഗ് ചെയ്തായിരുന്നു. സോ ഇതാണ് എൻ്റെ ലാപ്ടോപ്പ്. മോഡൽ നമ്പർ ആണെങ്കിൽ ലെനോവോയുടെ
Y700 എന്ന് പറഞ്ഞ ഗെയിമിംഗ് ലാപ്ടോപ്പാണ്. ഇതിൻ്റെ സ്പെക്ക് എന്ന് പറഞ്ഞാൽ i7 ഗ്രാഫിക്സ് കാർഡ് ആണെങ്കിൽ 4GB 960M ആണ് ഗ്രാഫിക്സ് കാർഡ് ആൻഡ് 1TB ഹാർഡ് ഡ്രൈവ് ഉണ്ട്, 16GB റാം ഉണ്ട്. ഇതിൻ്റെ ഞാൻ കൂടുതൽ ഇത് ഗെയിമിങ്ങിന് യൂസ് ചെയ്യാറില്ല, ബട്ട് കളിക്കുവാണെങ്കിൽ ഞാൻ GTA കളിക്കാറുള്ളൂ, വേറെ ഗെയിംസൊന്നും ഇതിൽ കളിക്കാറില്ല, കുറവാണ് വളരെ. ആൻഡ് അതേ ഉള്ളൂ. പിന്നെ സ്ട്രീമിംഗ് പർപ്പസിനാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് ആൻഡ് എഡിറ്റിംഗ് കൂടുതൽ യൂസ് ചെയ്യാറുണ്ട്, അതേ ഉള്ളൂ. പിന്നെ വേറെ ഉള്ള ഐറ്റംസ് പറയാനായിട്ട് എന്താ ഉള്ളത്, എൻ്റെ കീബോർഡ് ആൻഡ് മൗസ്. സോ MSIയുടെ കീബോർഡ് ആൻഡ് മൗസാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. MSI ഗെയിമിംഗ് ഇത് രണ്ടും ഒരുമിച്ച് മേടിച്ചാണ് ഒരു സെറ്റായിട്ട്. കൊള്ളാം, കുഴപ്പമൊന്നുമില്ല, വലിയ അത്രയ്ക്ക് നല്ലതല്ലെന്ന് പ്രതീക്ഷിക്കാം, ബട്ട് എന്നാലും എനിക്ക് ഓക്കെയാണ്. ഞാൻ ബിക്കോസ് അധികം ഗെയിമിംഗ് ഒന്നും PC ചെയ്യാത്തതുകൊണ്ട് എനിക്ക് ഓക്കെയാണ് മാൻ. ആൻഡ് വേറെ ഐറ്റംസ് ഇത്രേ ഉള്ളൂ. പിന്നെ ലാസ്റ്റ് തിങ്, പിന്നെ നമുക്കുള്ളത് എൻ്റെ ക്യാപ്ചർ കാർഡ്. ലൈക്ക് ഞാൻ എൻ്റെ ഫേസ് ക്യാപ്ചർ ചെയ്യുന്ന എൻ്റെ ഫേസ് ക്യാം യൂസ് ചെയ്യുന്ന എൻ്റെ ക്യാമറ ലോജിടെക്കിൻ്റെ 920. ഇത് കുഴപ്പമില്ല, നല്ലതാണ്. ബട്ട് കുറച്ചുകൂടി നല്ലതെന്ന് പറയുമ്പോൾ 922 എന്ന് പറഞ്ഞൊരു മോഡലുണ്ട്, C922. അത് നല്ലതാണ് കുറച്ചുകൂടി. ആൻഡ് ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ മൈക്ക്, ആൻഡ് ഇത് കമ്പനി എന്ന് പറയുമ്പോൾ ടേർട്ടിൽ ബീച്ച് എന്ന് പറയുന്ന കമ്പനിയാണ്. ആൻഡ് സ്ട്രീമിംഗ് മൈക്കാണ്. ഇത് അത്ര നല്ലതൊന്നുമല്ല, ബട്ട് എനിക്ക് വേറെ ഒന്നും കിട്ടിയില്ല ഒരു നല്ല പൈസയ്ക്ക്. സോ ഞാൻ ഇതാണ് എടുത്തേക്കുന്നത്. ആൻഡ് ഞാൻ ഭാവിയിൽ ലൈക്ക് ഇൻ ഫ്യൂച്ചർ ഞാനിത് എന്തായാലും ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, ബിക്കോസ് ഇതിൽ സെറ്റിങ്സ് വളരെ കുറവാണ്. ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് സൗണ്ട് കൊണ്ട്, അതുകൊണ്ടാണ് ഈ സൗണ്ട് പ്രൂഫ് ഫോമൊക്കെ ഞാൻ ഇവിടെ മേടിച്ച് വെച്ചേക്കുന്നത്. ബട്ട് ഞാനിത് ടെസ്റ്റ് ചെയ്തില്ല, ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആയിരിക്കും. ലെറ്റ്സ് സീ മാൻ, എക്കോസൊക്കെ കുറയുന്നുണ്ടോ ഇല്ലേന്ന് അറിയാം. എനിവേസ് നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ വീഡിയോ ലോങ് ആക്കാൻ ആഗ്രഹിക്കുന്നില്ല. സോ ഇന്ന് ഞാൻ എന്തായാലും എങ്ങനെയാണ് സ്ട്രീം ചെയ്യുന്നത് അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. പിന്നെ അടുത്ത എപ്പിസോഡ് മുതൽ ഞാൻ നിങ്ങൾക്ക് ഓരോ ട്യൂട്ടോറിയലാക്കിയിട്ട് പറഞ്ഞുതരാം. എനിക്കറിയാവുന്ന രീതിയിൽ പറയത്തുള്ളൂ കേട്ടോ, ലൈക്ക് പ്രൊഫഷണൽ രീതിയിലൊന്നും പറയില്ല, ബട്ട് അറിയാവുന്ന രീതി വളരെ ഈസി മെത്തേഡ് വെച്ച് ഞാൻ പറയാനായിരിക്കും ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾക്കും പെട്ടെന്ന് മനസ്സിലാവും കാര്യങ്ങൾ. നിങ്ങൾക്ക് പിന്നെ എന്തെങ്കിലും അറിയാമെങ്കിൽ ഡെഫിനറ്റ്ലി എനിക്ക് കമൻസിലൂടെ എഴുതി അറിയിക്കുക. ഓക്കെ, സോ എന്തായാലും വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഫോളോ ചെയ്യുക. ചെക്ക് ദ ലിങ്ക്സ് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, സോ ലെറ്റ്സ് ഗോ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ ഗൈസ്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഞാൻ എൻ്റെ ക്യാമറ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. ഇൻട്രോയ്ക്കുള്ള എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒന്നുമില്ല, ബട്ട് എനിക്ക് സ്ട്രീം മാത്രം ക്ലിക്ക് ചെയ്താൽ മാത്രം മതി, എല്ലാം റെഡിയാവും. സോ ഇതിനുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. വെയിറ്റ്. സോ ഗൈസ്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും സ്റ്റാർട്ടിങ് ആൻഡ് ഇൻട്രൊഡക്ഷൻ, യൂട്യൂബ്, PC ഗെയിമിംഗ് ആൻഡ് എൻഡിങ്. സോ ഇത് മൂന്നെണ്ണം. ഞാൻ ഇതിൽ കൂടുതൽ യൂസ് ചെയ്യുന്ന ഇൻട്രൊഡക്ഷനും യൂട്യൂബ്, PC ഗെയിം ആൻഡ് എൻഡിങ് മാത്രമേ ഉള്ളൂ. സ്റ്റാർട്ടിങ്ങിലങ്ങാണ്ട് എന്തോ ചെയ്തതാണ്, പിന്നെ ഞാൻ തൊട്ടിട്ട് പോലും ഇല്ല. പിന്നെ ഉള്ളത് ഇൻട്രൊഡക്ഷനകത്ത് നമുക്ക് ഉള്ള ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ ലൈക്ക് എന്തൊക്കെയാണ്, ഇൻട്രോ ഉണ്ട്, ഇൻട്രോ ഇമേജ് ഉണ്ട്, അലേർട്ട് ഉണ്ട്, ഫേസ് ക്യാം ഉണ്ട്, ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ADS ഉണ്ട്, മൈക്ക് ഉണ്ട്. ഇതിനൊക്കെ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും എങ്ങനെയാണ് ചെയ്യുന്നത്. ആൻഡ് ഇതാണ് ലൈക്ക് മെയിൻ ഞാൻ സ്ട്രീം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉള്ള ഒരു ഫസ്റ്റ് പേജ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് ഞാൻ സ്ട്രീം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ഇൻട്രോ ഒക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ സെക്കൻഡ് പേജാണ് ഇത്. നമ്മുടെ ഇൻട്രോ ഒക്കെ പെട്ടെന്ന് ഇങ്ങനെ കയറി വരും. ഞാൻ വെയിറ്റ് ഒന്ന് ക്ലോസ് ചെയ്യട്ടെ. അതിനുശേഷം ഞാൻ ഗെയിമിലേക്ക് സ്റ്റാർട്ട് ചെയ്യണം. ആൻഡ് ഇത് വളരെ സിമ്പിളാണ്. ഞാൻ എന്തായാലും എൻ്റെ ഇൻട്രോ ഒക്കെ ചെയ്ത് കാണിക്കാം നിങ്ങളെ. ആൻഡ് നമുക്ക് ഇൻട്രോ സ്റ്റാർട്ട് ചെയ്യാം ആൻഡ് ഓൾസോ സ്ട്രീം സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. സോ ലെറ്റ്സ് ഗോ ദെൻ. ഓക്കെ, ഓൾ സെറ്റ് ആണ്. ഹലോ ഗായ്സ്, വാട്ട് ഈസ് അപ്പ്, വെൽക്കം ബാക്ക്. എല്ലാ മണി പ്രേക്ഷകർക്കും FIFA പ്ലേയിലേക്ക് സ്വാഗതം. സോ ഗായ്സ്, ഇന്നത്തെ ഗെയിം നമ്മൾ കളിക്കാൻ പോകുന്നത് നീഡ് ഫോർ സ്പീഡ്. ബട്ട് ഞാൻ ഇന്ന് നീഡ് ഫോർ സ്പീഡ് കളിക്കുന്നില്ല, അത് വേറെ കാര്യം. എനിവേസ്, ചെറിയൊരു ട്യൂട്ടോറിയലാണിത്. ആൻഡ് സ്ട്രീം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ നെക്സ്റ്റ് പേജിലേക്ക് മൂവ് ചെയ്യണം. ആൻഡ് നെക്സ്റ്റ് സീനിലേക്ക്, നോട്ട് പേജ് ആക്ച്വലി, നെക്സ്റ്റ് സീനിലേക്ക് മൂവ് ചെയ്യണം. അത് വരുമ്പോൾ തന്നെ നമുക്കൊരു ചെറിയ ഇൻട്രോ ഒക്കെ വരുന്നതായിരിക്കും. യൂഷ്വലി ഞാൻ റേസിംഗ് ഗെയിംസ് ഒക്കെ കളിക്കുമ്പോൾ ഈ ഇൻട്രോ ആണെങ്കിൽ യൂസ് ചെയ്യുന്നത്. ആൻഡ് നോർമൽ ഗെയിംസ് ആണെങ്കിൽ ഞാൻ ഒരു ഡിഫറെൻറ്റ് ഇൻട്രോ ആണ് യൂസ് ചെയ്യുന്നത്. സോ രണ്ടും ലൈക്ക് ഈ ഇൻട്രോ ആണ്. ഇത് രണ്ട് ഇൻട്രോസും എനിക്ക് ഉണ്ടാക്കി തന്നേക്കുന്നത്, ക്രിയേറ്റ് ചെയ്തേക്കുന്നത് നമ്മുടെ ഒരു എക്സ്ബോക്സ് ബഡിയാണ്. എൻ്റെ കൂടെ എക്സ്ബോക്സ് ഒക്കെ കളിക്കുന്നതാണ്, അഡ്വിൻ ഷാ എന്ന് പറഞ്ഞാണ് പേര്. പുള്ളിക്കൊരു സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലുണ്ട്. ആൻഡ് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ പുള്ളിയെ ബന്ധപ്പെടാം. ആൻഡ് ഞാൻ ഓൾറെഡി ഡിസ്ക്രിപ്ഷനിൽ പുള്ളിയുടെ ചാനലൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ചെക്ക് ചെയ്യുക. ഓക്കെ, സോ നമ്മുടെ മെയിൻ ഫേസ് വന്നു. ലൈക്ക് ഞാൻ ഗെയിം കളിക്കുമ്പോൾ ഇപ്പോൾ കറൻ്റ്ലി നമ്മൾ PS4ലാണ്. സോ ഹെവിക്കാം. സോ ഞാൻ PS4 ഓൺ ആക്കിയിട്ടുണ്ട്. ആൻഡ് ഇപ്പോൾ PS4 പയ്യെ ഓണായി വരും. ബട്ട് വേറെ കാര്യം ഗൈസ്, ഞാൻ ഇതൊന്ന് മിനിമൈസ് ചെയ്യട്ടെ. ആൻഡ് നമ്മളിപ്പോൾ കറൻ്റ്ലി സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സ്ട്രീം സ്റ്റാർട്ട് ചെയ്തിട്ട് 1 minute ആയിട്ടുണ്ട്. ആൻഡ് കറൻ്റ്ലി ഐ ഡോണ്ട് ഹാവ് anyone to watch my stream. Okay, one watching, I think അത് ഞാൻ തന്നെയാണ്, വേറെ ഒന്നുമില്ല. ആൻഡ് കറൻ്റ്ലി എൻ്റെ സ്ട്രീം സ്ട്രെങ്ത് വളരെ ലോ ആയിട്ട് കാണിക്കുന്നത്. യൂഷ്വലി ഇത് ഗ്രീൻ ആയിട്ടാണ് വരുന്നത്, ബട്ട് ഐ ഡോണ്ട് നോ, ചില സമയത്ത് ഗ്രീൻ ആയിരിക്കും, ചില സമയത്ത് മഞ്ഞായിരിക്കും. ഇത്രേ ഉള്ളൂ. ആൻഡ് ഇത് നമ്മുടെ
സ്ട്രീം പേജ് ആണ്. ആൻഡ് വേറെ ആയിട്ട് സോ ഇത്രേ ഉള്ളൂ. ലൈക്ക് ബാക്കിയുള്ളതൊന്നും ഇല്ല. ലൈക്ക് നമ്മൾ സാധാരണ ഞാൻ ഗെയിം കളിക്കുന്നു, എൻഡ് ചെയ്യുന്നതൊക്കെ ഞാൻ കാണിച്ചു തരാം. ബട്ട് ഞാൻ യൂഷ്വലി ഇതിങ്ങോട്ട് മാറ്റി വെക്കും. വെയിറ്റ് ആൻഡ് ഇതും കൂടി രണ്ടും കൂടി ഇങ്ങനെ വെക്കുന്നത്. ആൻഡ് ഒരു സൈഡിൽ കൂടി ഞാൻ ചാറ്റ് റീഡ് ചെയ്യുന്നതായിരിക്കും സൈഡിൽ. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ അല്ലേ? സോ ഇതെല്ലാം ചെയ്ത് ആൻഡ് ഇതിൽ നമുക്ക് മൈക്ക് സെറ്റിങ്സ് ഉണ്ട്. നമ്മുടെ ഡെസ്ക്ടോപ്പിൻ്റെ ഓഡിയോ. ഡെസ്ക്ടോപ്പ് ഓഡിയോ മീൻസ് നമുക്ക് സപ്പോസ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുമല്ലോ. സോ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അന്നേരം വരുന്നത് നോട്ടിഫിക്കേഷൻ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാമായിരുന്നു. വെയിറ്റ് ലെറ്റ് മീ ചെക്ക്. സോ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. അതിൻ്റെ സൗണ്ടാണ് ഞാൻ ഡിസ്പ്ലേയിൽ വെച്ചേക്കുന്നത്. കോൺസോൾ മീൻസ് ലൈക്ക് ഞാൻ ഇത് ഉദ്ദേശിക്കുന്ന കോൺസോൾ എന്ന് വെച്ചാൽ സോ കോൺസോളിൻ്റെ ഗെയിമിൻ്റെ സൗണ്ട് ആയിരിക്കും. ബട്ട് നമുക്കൊരു കറൻ്റ്ലി ഒരു ടെസ്റ്റ് നമുക്ക് നടത്താം. ലൈക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വരുമ്പോൾ എങ്ങനെയാണ് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നത്. Yeah. Okay. Let's do one more time. അതാണ്. സോ ഇങ്ങനെയാണ് സംഭവം നമ്മുടെ എല്ലാം റെഡി ആക്കുന്നത്. വളരെ സിമ്പിളാണ്. ഫസ്റ്റ് നമ്മുടെ വേറെ ഒരു സെറ്റിങ്സ് ഞാൻ അധികം യൂസ് ചെയ്യുന്നില്ല. ഇതിൽ കുറേ എണ്ണം ഉണ്ട്, ബട്ട് ഞാൻ അധികം യൂസ് ചെയ്യാത്തതാണ്. നിങ്ങൾ കുറച്ചുകൂടി സൂം ചെയ്യാമെങ്കിൽ വെയിറ്റ് ഒരു സെക്കൻഡ്. സോ നിങ്ങളിവിടെ സൂം ചെയ്യാമെങ്കിൽ കാണാൻ സാധിക്കില്ല. ഇതെല്ലാം ഡിസേബിൾ ആക്കി വെച്ചേക്കുക. ഇതൊക്കെ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സംഭവമാണ്. സോ ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്, ബട്ട് ഞാൻ ഇതൊന്നും അധികം യൂസ് ചെയ്യാറില്ല. എല്ലാം ഡിസേബിൾ ആയിട്ട് കിടക്കുകയാണ്. ബട്ട് അതിനൊന്നും ആവശ്യമില്ല. അതുകൊണ്ടാണ് വളരെ സിമ്പിളായിട്ടാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഞാൻ സ്റ്റീം ലാബ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, പക്ഷേ എൻ്റെ സിസ്റ്റം ഭയങ്കര ഹാങ് ആയ അന്നേരം യൂസ് ചെയ്യാത്തതാണ്. ബട്ട് ഇപ്പോഴും കിടപ്പുണ്ട് എൻ്റെ കയ്യിൽ. ബട്ട് അതാണ്. പിന്നെ അതുകൂടാതെ വേറൊരു ഫീച്ചർ കൂടിയുണ്ട് ഇതിൽ. നമ്മൾ ഗെയിം പ്ലേസ് ചെയ്യുമ്പോൾ ചില സമയത്ത് നമ്മുടെ ഗെയിം പ്ലേസ് ഒക്കെ ഭയങ്കര ലൗഡായിരിക്കും. നമ്മുടെ ഓൺ വോയിസ് വളരെ ലോ ആയിരിക്കും. സോ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല ഗെയിമിൽ. ബട്ട് വേറെ ഫീച്ചർ ഉള്ളത് സ്റ്റീം ലാബിലുണ്ട്, ഒബിസിലുണ്ട്. ലൈക്ക് ഗെയിം പ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഗെയിം സൗണ്ട് ഓട്ടോമാറ്റിക്കലി കുറയും. അങ്ങനെ ഒരു ഫീച്ചറുണ്ട്. സോ എന്തായാലും അത് ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. ബട്ട് ഇനി വരുന്ന സീരീസിലും നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ എന്നെ കമൻസിലൂടെ എഴുതി അറിയിക്കുക. ഞാൻ എന്തായാലും എൻ്റെ മാക്സ് ശ്രമിക്കാം, ലൈക്ക് പ്രോബ്ലം ഫിക്സ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ. ആൻഡ് ഇത്രേ ഉള്ളൂ. ആൻഡ് നമുക്കിനി സ്ട്രീം എൻഡ് ചെയ്യാനാണെങ്കിൽ ജസ്റ്റ് സിമ്പിളാണ്. ഞാനിവിടെ സോ വാച്ച് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനി നമുക്ക് നെക്സ്റ്റ് സ്ട്രീമിൽ കാണാം. സീ യു ദെൻ എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ എൻഡ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വിൻഡോ വരും, ക്ലോസ് ആവും. ആൻഡ് അതിനുശേഷം ഒരു 15 സെക്കൻഡിന് ശേഷം ഞാൻ ഇവിടെ അങ്ങ് സ്ട്രീം സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കും. സ്ട്രീം സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞു, അത് തീർന്നു. ആൻഡ് വെയിറ്റ് ലെറ്റ് മീ ഗോ ബാക്ക്. സോ ഇതൊക്കെയാണ് ഫീച്ചർ നമ്മുടെ OBSൽ നോട്ടുള്ളത്. ആൻഡ് ഇത്ര സിമ്പിളാണ് ലൈക്ക് ഞാൻ സ്ട്രീം ചെയ്യുന്നതൊക്കെ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഗൈസ് ജസ്റ്റ് ചോദിക്കുക. ഓക്കെ, കമൻസിലൂടെ എഴുതി അറിയിച്ചാൽ മതി. ആൻഡ് ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ആണ്. ഞാൻ എന്തായാലും ഞാൻ ഇപ്പോൾ കറന്റ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലെറ്റ് മീ ഗോ ബാക്ക് ടു മൈ എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗൈസ് എന്നെ കമൻസിലൂടെ എഴുതി അറിയിക്കുക. ആൻഡ് സോ ഇനി മുതൽ ഞാൻ നെക്സ്റ്റ് ഡേ ലൈക്ക് വീക്ക്ലി ഐ തിങ്ക് ഞാൻ വീക്ക്ലി ആണ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. സോ എനിക്ക് കുറച്ച് ടൈമും കൂടി വേണം, ബിക്കോസ് ഇപ്പോൾ ഡ്യൂട്ടി ടൈം ഭയങ്കര ആയതുകൊണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ലാസ്റ്റ് വീക്ക് നമുക്കൊന്ന് സ്ട്രീമൊന്നും ഞാൻ ചെയ്യാഞ്ഞത്. മെയിൻ റീസൺ അതാണ്. സോ എനിക്ക് കുറച്ച് ടൈം കൂടി വേണം ഇത് റെക്കോർഡ് ചെയ്യാൻ. സോ എന്തായാലും ഇന്നത്തെ വീഡിയോ കുറച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾസോ നമ്മളെ സോഷ്യൽ മീഡിയയിലൊക്കെ ഫോളോ ചെയ്യുക. ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്യുക. ആൻഡ് ഇനി നമുക്ക് അടുത്ത സ്ട്രീമിൽ കാണാം. ഓക്കെ, സോ അതൊരു ഗൈസ് ബൈ, ടേക്ക് കെയർ, പീസ്. ഗൈസ് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതൊരു ഗൈസ് ബൈ, ബൈ. ഓക്കെ, പീസ്.